പിന്നെ PC ജോർജ് നടത്തി ഞങ്ങൾ PC ജോർജുമായിട്ടല്ല മുമ്പ് കൊടുക്കുന്നത്. അതേ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിലപാടെടുക്കുന്നത് ഇതിനെതിരെ നടപടിയെടുക്കാത്ത ഗവൺമെന്റ് ആയിട്ടാണ്. ഒരു 10-15 ലിസ്റ്റ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. BJP RSS നേതാക്കന്മാർ ശശികല മുതൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വരെയുള്ള ആളുകളുടെ വിദേശ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അങ്ങനെ കേസ് മാത്രം എടുത്തിട്ട് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരാളാണ് PC ജോർജ് എന്ന. ഇവിടെ സംവിധാനമുണ്ട്, ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഈ വിഷയത്തിൽ നടപടി എടുക്കാത്തത് തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. PC ജോർജിനെതിരായിട്ട് ഇപ്പോൾ പരാതി കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. SDPI, വെൽഫെയർ പാർട്ടി, മുസ്ലിം യൂത്ത് ലീഗ് പോലെയുള്ള സംഘടനകളാണ്. എന്തുകൊണ്ടാണ് DYFI PC ജോർജിന്റെ ഈ വിദേശ പ്രസ്താവനയ്ക്കെതിരെ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ്? PC ജോർജിന്റെ പ്രസ്താവന കേരളത്തിലെ മതേതര സംവിധാനത്തിന് എതിരാണ് എന്നുള്ളത് ഉറപ്പാണല്ലോ. വിദേശ എന്തുകൊണ്ടാണ് CPM-ന് അതൊരു പ്രശ്നമാകുന്നത്? എന്തുകൊണ്ടാണ് CPM-ന് യുവജന സംഘടന, വിദ്യാസംഘടന എന്തുകൊണ്ടാണ് PC ജോർജിന് എതിരെ കേസ് കൊടുക്കാത്തത്? അതൊരു സൈക്കോളജി അല്ലേ അത്? അപ്പോൾ പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇവർ ഒന്നാമത് പരാതി വേണ്ട. കാരണം ഒരു നാട്ടിലേക്ക് ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം നടക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ആരും പരാതി കൊടുക്കേണ്ട തീരുമാനിച്ചാൽ അവിടെ കേസ് ഇടില്ല. ഇത് അതുപോലുള്ള ഒരു സ്റ്റേറ്റിനെതിരായിട്ട് രാജ്യത്ത് മുഴുവൻ രണ്ട് യുവാക്കളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ കലാപത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിൽ വിദേശ പ്രസ്താവന നടത്തുമ്പോൾ അത് ഗവൺമെന്റ് നോക്കിയിരിക്കേണ്ട, ഒരു പരാതിക്ക് നോക്കിയിരിക്കേണ്ട സംഗതിയല്ല. ഇവിടെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ. എറണാകുളത്ത് കേസിടാണ്. എറണാകുളത്ത് കേസിട്ടിട്ട് വയനാടുള്ള ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലാണ്. അയാളെ വയനാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് 2 മണിക്കൂറിന്റെ ഉള്ളിലാണ്. ഇങ്ങനെ സംവിധാനം കേരളത്തിലുണ്ട്. എറണാകുളം സെൻട്രലിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി പിന്നെ ഹണി റോസ് കൊടുക്കുമ്പോൾ 2 വ്യക്തികൾ തമ്മിലാക്കാം. അവരുടെ പ്രശ്നം കൊണ്ട് ഈ രാജ്യത്ത് എന്തെങ്കിലും 2 വിഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. 2 വിദ്വേഷം ഉണ്ടാവില്ല. വർഗീയതാപ സാധ്യത ഒന്നും ഉണ്ടാവില്ല. 2 വ്യക്തികൾ തമ്മിൽ ഞാനതിനെ ചെറുതാക്കി, പക്ഷെ 2 വ്യക്തികളെ ഒതുങ്ങിയ സംഗതിയാണ്. എന്നിട്ട് എറണാകുളത്ത് കേസിട്ടിട്ട് വയനാട് ഏതാണ്ട് 7 മണിക്കൂറെങ്കിലും പിന്നെ ഇവരെ എറണാകുളം പോലീസിൽ എത്താൻ സമയമാണല്ലോ. 2 മണിക്കൂർ കൊണ്ട് ബോബിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സംവിധാനം അവിടെ ഇതിടുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇവിടെ എത്തുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. ഉച്ചയ്ക്ക് 2.5 മണിക്ക് നടക്കുന്ന നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസിലെ ഒരു ഇൻസിഡന്റിൽ ആ കേസിൽ FIR 1-ാം പ്രതിയായ ഒരു MLA, PC ജോർജ് മുൻ MLA, ഒരു MLA-നെ PV അൻവറിനെ വൈകുന്നേരം രാത്രി 10 മണിയാകുമ്പോൾ ഒരു 6 മണിക്കൂറിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ, അത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഹണി റോസിൽ വന്ന വിഷയത്തിൽ അദ്ദേഹം ഹണി റോസിനെ വിളിച്ചിട്ട് അവിടെ സമാശ്വസിപ്പിക്കുക. ഒരു മുഖ്യമന്ത്രിക്ക് മുസ്ലിങ്ങളെയും അങ്ങനെ വിളിച്ചിട്ട് സമാശ്വസിപ്പിക്കാറോ? PC ജോർജ് നടത്തിയ വിഷയത്തിൽ അദ്ദേഹത്തെ പ്രസ്താവനകൾ ഇറക്കാറോ? ശരിയല്ല. ഇന്ന് വരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനെ വിമർശിക്കുന്ന പ്രസ്താവന പോലും വന്നിട്ടില്ല. അപ്പൊ നിലവിൽ പോലീസിന് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. എന്നിട്ട് ആ സംവിധാനം എന്തുകൊണ്ട് ഈ ഇവിടെ കേരളത്തിൽ അത് ഉയരുന്നില്ല എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിപരമായ പിന്നെ പറയപ്പെടുന്ന വ്യക്തികളല്ല ഇതിന്റെ വിഷയം. ഇതിനെതിരെ നടപടിയെടുക്കാത്ത ഭരണകൂടങ്ങളാണ് പ്രശ്നം. ആ ഭരണകൂടങ്ങളും പാർട്ടിയും തമ്മിലാണ് യഥാർത്ഥത്തിൽ ഈ ഫൈറ്റ് നടക്കുന്നത്. ഞങ്ങളത് പിന്നെ നിയമപരമായിട്ട് നോക്കും. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇത് വെറുതെ പോകാൻ എന്തായാലും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ശക്തമായി ഇത് തെരുവിലും ഇതിന്റെ പ്രക്ഷോഭമായിട്ട് പാർട്ടി ഇറങ്ങും.